ഹായ്, നമസ്കാരം. മിനിയുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആദ്യത്തെ വ്ളോഗ് ചെയ്യുകയാണ്. ഇതൊരു ട്രാവൽ വ്ളോഗാണ്. ഞങ്ങൾ ശരിക്കും വിക്ടോറിയയിലെ മഞ്ഞ് പെയ്യുന്ന ധാരാളം സ്ഥലങ്ങളുണ്ട്. അതിലൊരു മൗണ്ട് ബോബോ എന്ന് പറഞ്ഞ മഞ്ഞ മലയിലേക്കാണ് നമ്മൾ പോകുന്നത്. യാത്ര നല്ല കാഴ്ചകളുമൊക്കെ കണ്ട് ഇങ്ങനെ യാത്ര പോവുകയാണ്. അവിടെ മഞ്ഞ് പെയ്യുന്ന സ്ഥലങ്ങളിലെല്ലാം മഞ്ഞ് വീണ് കിടക്കാറുണ്ട്. സാധാരണ 5 കിലോമീറ്റർ മുമ്പ് മുതലേ ഇങ്ങനെ മഞ്ഞ് പെയ്ത് കിടക്കുമെന്നാണ് കുട്ടികൾ പറഞ്ഞു. പക്ഷേ അന്ന് 2 ദിവസം മുന്നേയൊക്കെ മഴയായിരുന്നത് കൊണ്ട് അധികം മഞ്ഞൊന്നും വീണ് കിടപ്പില്ലായിരുന്നേ. കാണാം, കുറേശ്ശെയുണ്ട്, ഒത്തിരി കട്ടിക്ക്. പക്ഷേ അതൊരു വണ്ടി വന്ന് അതെല്ലാം റോഡിലെയൊക്കെ നീക്കം ചെയ്യും. അതുകൊണ്ട് നമുക്ക് ഒത്തിരി കട്ടിക്ക് കാണത്തില്ലായിരുന്നു. നമ്മൾ എവിടെയാണ് കാർ പാർക്കിംഗ് എന്നൊന്ന് അല്പം ഒന്ന് തപ്പി നടന്നു. കാരണം നമ്മൾ നേരത്തെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ തൊട്ടടുത്ത മലയിലേക്ക് ഇറങ്ങുന്നതിന് തൊട്ടടുത്ത് തന്നെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ താഴേക്ക് ഇറങ്ങി. നോക്കിയാൽ നല്ലപോലെ ടാർ റോഡ് കാണാമല്ലോ. അവിടെ മഞ്ഞങ്ങനെ വീണ് കിടപ്പില്ലായിരുന്നു. കാരണം ഞാൻ പറഞ്ഞില്ലേ, മഴ പെയ്ത് കിടന്നുകൊണ്ട് അവിടെ അങ്ങ് മഞ്ഞ് വീണ് കിടപ്പില്ലായിരുന്നു. അത് താഴെ ധാരാളം മഞ്ഞ് പെയ്യുന്ന സ്ഥലത്ത് ടൊബോഗൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്ലാസ്റ്റിക് പലക പോലെ ഇരിക്കുക. അതൊരു ആക്ടിവിറ്റിയാണ് ഈ മഞ്ഞ് ചെയ്യുന്നത്. അതൊത്തിരി ആൾക്കാർ ചെയ്യുന്നുണ്ടായിരുന്നു. കുട്ടികളും വലിയ ആൾക്കാരും എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. അത് പ്രായഭേദമന്യേ ആർക്കും ചെയ്യാം. പക്ഷെ നമുക്കൊക്കെ പേടിയാകും അത് അങ്ങനെയൊക്കെ ചെയ്യാൻ. പിള്ളേർക്കൊക്കെ ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ മോനെയൊന്നും ഞങ്ങൾ വിട്ടില്ല. കാരണം അവന് അത്രയ്ക്ക് പരിചയമൊന്നും ഇല്ലല്ലോ. അവൻ ഈ മഞ്ഞ് വാരി കളിക്കുന്നതല്ലേ സന്തോഷം. അപ്പോൾ താഴെ നമ്മളിവിടെ നിന്ന് ഇങ്ങനെ ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്നപ്പം താഴെ മഞ്ഞ് ഒത്തിരി പെയ്ത് കിടപ്പുണ്ട്. അപ്പോൾ ആ സ്ഥലത്തേക്ക് ഇറങ്ങി പോകാമെന്ന് മോള് പറഞ്ഞു. കാരണം ആ മഞ്ഞ് മോന് വാരുകയും കളിക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ താഴേക്ക് ഇറങ്ങി പോകണ്ടേ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആ താഴെ മഞ്ഞ് കട്ടയ്ക്ക് പെയ്ത് കിടക്കുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ ഇറങ്ങിപ്പോയി. അവിടെ മോന് ഭയങ്കര സന്തോഷത്തിലാണ് പോകുന്നത്. കാരണം പോയി മഞ്ഞ് വാരാമല്ലോ. മഞ്ഞ് വെച്ച് അവിടെ ഒത്തിരി കുട്ടികൾ ഒത്തിരി അവരുടേതായ രൂപങ്ങളൊക്കെ ഇങ്ങനെ പ്ലാസ്റ്റിക് അത് വെച്ച് ഉണ്ടാക്കുകയും അതൊക്കെ കൊണ്ട് കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അവനും പോയി അതിൻ്റെ കൂടി അവനും മഞ്ഞ് വാരുകയും കളിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. ഞങ്ങളങ്ങനെ മഞ്ഞ് കണ്ടുകൊണ്ട് നിന്ന സമയത്ത് ചെറുതായിട്ട് മഞ്ഞ് പെയ്യാൻ തുടങ്ങി. ആദ്യം ചെറിയതായിട്ടേ പെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ പെട്ടെന്ന് നല്ല കട്ടിക്കങ്ങ് മഴ പെയ്യുന്ന പോലെ, നമ്മുടെ നാട്ടിൽ മഴ പെയ്യുന്ന പോലെ. എന്നാ സന്തോഷം തോന്നിയെന്ന് അറിയത്തില്ല. കാരണം നമ്മളിത് കണ്ടിട്ടില്ലല്ലോ, നമ്മൾ സിനിമയിലല്ലേ കണ്ടിട്ടുള്ളൂ ഇതൊക്കെ. അപ്പം ഭയങ്കര സന്തോഷം. അത് സന്തോഷമാണോ, ഇതുവരെ ജീവിതത്തിൽ കാണാത്തൊരു കാഴ്ച കാണുന്നതിൻ്റെ ഒരു ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. പക്ഷേ അത് കുറച്ച് നേരം ആയപ്പോഴത്തേക്ക് കൊച്ചുമോൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. അവളുടെ മുഖത്തേക്ക് മഞ്ഞ് വീണപ്പോഴത്തേക്ക് വിഷമമായപ്പോൾ ഞങ്ങൾ അവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഒരു ചായയൊക്കെ കുടിച്ചു. നമ്മൾ വണ്ടിയുടെ അടുക്കലേക്ക് പോകാൻ വന്നപ്പോൾ വന്ന വഴി മുഴുവൻ ഇങ്ങനെ മഞ്ഞ് മൂടി കിടക്കുക. റോഡിൽ ആ ടാർ റോഡ് കണ്ടിടം മുഴുവൻ ഇങ്ങനെ മഞ്ഞായിരുന്നു. എന്നിട്ട് അതിലെല്ലാം കളിച്ച് മോനങ്ങ് കളിയൊക്കെ കളിച്ച് അവന് വരണമെന്നേ ഇല്ല, അതിനകത്ത് കിടന്ന് ഉരുളണമെന്നായിരുന്നു അവന്. ചേട്ടനാണെങ്കിലും ഭയങ്കര സന്തോഷമായി. കാരണം ഇതൊരു നമുക്കൊരിക്കലും കാണാൻ പറ്റുന്നൊരു കാഴ്ചയല്ലല്ലോ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണാൻ പറ്റുമെന്ന് വിചാരിച്ച കാഴ്ച. നോക്കി ഇലയെല്ലാം മഞ്ഞങ്ങനെ മൂടിക്കിടക്കുമായിരുന്നേ. അങ്ങോട്ട് പോയപ്പം തിരിച്ചു വന്നപ്പോൾ അതേ വണ്ടി ഈ കോലമായി, നിറച്ചും മഞ്ഞെല്ലാം മൂടി. എന്നിട്ട് നമ്മളെന്നാൽ ഇറങ്ങിയേക്കാമെന്ന് വിചാരിച്ചാൽ 4 മണിയായതേ ഉള്ളായിരുന്നു. അന്നേരം ഇറങ്ങാമെന്ന് വിചാരിച്ചപ്പോൾ താഴെ ഏതോ ഒരു വണ്ടി, അതായത് ഈ ടയറിൽ മഞ്ഞിൽ കൂടെ പോരാനായിട്ടൊരു ചെയിൻ ഇടും. അപ്പോൾ ആ ചെയിൻ ഇടാത്ത പോയ വണ്ടി ഏതോ ഒരെണ്ണം തട്ടി. അത് മാറുന്ന വരെ നമ്മളവിടെ കിടന്നു. അതുകൊണ്ട് തന്നെ ഒരു കാഴ്ച കാണാൻ പറ്റി. ഈ ഇരുട്ടത്തെ മഞ്ഞ് ഇങ്ങനെ ഇലകളിലെല്ലാം മൂടിക്കിടക്കുന്നത് കാണാൻ പറ്റി. അങ്ങനെ ഒരിക്കലും കാണാൻ പറ്റുകയില്ലെന്നുള്ളൊരു കാഴ്ച കാണാൻ പറ്റിയ സന്തോഷത്തിൽ ഞങ്ങൾ രാത്രിയിൽ തിരിച്ച് യാത്രയായി. ഈ വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇനിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നമസ്കാരം.